തൃശൂർ ജില്ലയിലും മഴ കനക്കുകയാണ്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്, പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയായിരിക്കും. ചാലക്കുടി മേഖലയിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയെന്ന് സൂരജ് സജ്ജി റിപ്പോർട്ട് ചെയ്യുന്നു. ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഷട്ടർ തുറക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നു. അവിടെ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെന്നാണ് സൂരജ് സജ്ജിയുടെ റിപ്പോർട്ട്. സൂരജ് സജ്ജി തത്സമയം ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നു എന്ന് പറയുമ്പോൾ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ടല്ലോ, എന്താണ് അവസ്ഥ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിൽ തന്നെയാണ്. ചാലക്കുടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വെള്ളം കയറിയ കമ്മളത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഒരു വീടിന്റെ താഴത്തെ നില പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കപ്പത്തോട് തുടങ്ങി ചാലക്കുടിയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഈ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഈ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 40ഓളം വീടുകളിൽ വെള്ളം കയറി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന കണക്ക്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം തന്നെ ഇതിനോടകം മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിയാരം, അതോടൊപ്പം തന്നെ കോടശ്ശേരി തുടങ്ങി നിരവധി പഞ്ചായത്തുകളിൽ, ചാലക്കുടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പഞ്ചായത്തുകളിൽ ഇപ്പോൾ വെള്ളം കയറി എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പെരിങ്ങൽകുത്തിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെരിങ്ങൽകുത്തിനെ സംബന്ധിച്ച് 11 മണിയോടുകൂടി പെരിങ്ങൽകുത്ത് തുറക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ജില്ലാ ഭരണകൂടം അറിയിക്കുന്ന വിവരം. ഇന്നലെ രാത്രി മുതൽ തന്നെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് അതിരപ്പള്ളിയിലൊക്കെ കനത്ത മഴ പെയ്തോടുകൂടിയാണ് ഈ ചാലക്കുടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിലേക്ക് നയിച്ചത്. അതോടൊപ്പം തന്നെ തൃശൂർ നഗരത്തിലും ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ ദേശീയപാതയിലാണെങ്കിൽ കനത്ത ഗതാഗതക്കുരുക്കാണ് ഈ മഴ പെയ്തതിനെ തുടർന്ന് അനുഭവപ്പെടുന്നത്. നമ്മളോടൊപ്പം ഇവിടത്തെ പരിയാരത്തെ വാർഡ് മെമ്പർ കൂടി ചേരുകയാണ്. ഇവിടത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ക്യാമ്പ് തുറന്നിട്ടുണ്ടോ? ഇവിടെ ക്യാമ്പ് തുറന്നിട്ടില്ലേ. നമ്മളുടെ മംഗലം കോളനി ഭാഗത്താണ് ക്യാമ്പ് തുറന്നിരിക്കുന്നത്, പരിയാരം സ്കൂളിൽ. ഇവിടത്തെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ ഒരു വീട്ടിലാണ് ഈ ഭാഗത്ത് കയറിയിരിക്കുന്നത്. ഈ വാർഡിനെ സംബന്ധിച്ച് വേണമെങ്കിൽ 2 ഭാഗങ്ങളിലാണ് നമുക്ക് വെള്ളം കയറണത്. ഒന്ന് കുറ്റിക്കാട് മണലായ പ്രദേശത്തും ഇവിടെയും. കുറ്റിക്കാട് മണലായ പ്രദേശത്തും ഒരു വീട്ടിൽ തന്നെ ഇതുപോലെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അവരും അവരുടെ ബന്ധുവീടുകളിൽ. പഞ്ചായത്തിലൊരു സ്ഥിതി എന്താ? പഞ്ചായത്തിൽ പൊതുവെ മൊത്തമായിട്ട് ഏകദേശം പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ കാണാം, ഏക്കർ കണക്കിന് കൃഷിയാണ് ഇവിടെ നശിച്ചു കിടക്കുന്നത്. വാഴയും കൊള്ളിയും അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ, ഒരുവിധം പ്രദേശങ്ങളിലൊക്കെയും ഇങ്ങനെ വെള്ളം കയറി കിടക്കാണ്. അപ്പോൾ അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് സ്കെൻ. നമുക്ക് ദൃശ്യത്തിൽ കാണാം, വലിയ രീതിയിൽ, അതായത് ഒരു പ്രത്യേകിച്ച് ഈ ചാലക്കുടി പഞ്ചായത്ത്, ഈ പരിയാരം പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന ഒരു കാർഷിക മേഖലയാണ്. അവിടെ എല്ലാം വാഴ തുടങ്ങി എല്ലാം വെള്ളത്തിലായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് രാവിലെ ഇപ്പോൾ വെള്ളം ചെറുതായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ പെരിങ്ങൽകുത്ത് ഡാം 11 മണിയോടുകൂടി തുറന്നാൽ സ്വാഭാവികമായും ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് മുൻനിർത്തിയുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്കെൻ. ഓക്കെ, സൂരജ് സജ്ജിയാണ് ചാലക്കുടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചാലക്കുടിയിലെ പല പ്രദേശങ്ങളിലേക്കും ഈ ചാലക്കുടി പുഴ കരകവിഞ്ഞതോടെ വെള്ളം കയറി തുടങ്ങിയെന്നാണ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.